നമസ്കാരം. ഇത് താമര വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനം, വെള്ളിയാഴ്ച. പൊതുവെ ഞങ്ങൾ വെള്ളിയും ശനിയും തിങ്കളും ഒക്കെ പ്യുവർ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഞങ്ങൾ അനുവർത്തിച്ച് പോന്നിരുന്നത്. മിക്കവാറും ഈ 3 ദിവസങ്ങളിലും മൃതങ്ങളായിട്ടോ ഒരിക്കലായിട്ടോ പലപ്പോഴും വാട്ടർലെസ് ഫാസ്റ്റിംഗ് ആയിട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ആരോഗ്യ സ്ഥിതിയിൽ നമുക്കങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് വളരെ പെട്ടെന്നുണ്ടാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ, തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാണെന്ന് പറയാം. കണ്ടാൽ പറയൂല്ലെങ്കിലും 8 മണിക്കാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുക ഒന്നും കരുതിയിട്ടില്ലോ എന്ന് വിചാരിച്ച് തുടങ്ങിയത്. ഇത് എള്ള് ഇടിച്ചത്, അതായത് ഇടിച്ചതല്ല, മിക്സിയിൽ ചതച്ചതാണ്. നന്നായിട്ട് ചതയ്ക്കണം. നന്നായിട്ട് എള്ള് വൃത്തിയാക്കി നന്നായിട്ട് ചതച്ചിട്ട് അതിനോടൊപ്പം കരിപ്പെട്ടിയും ചുക്ക്, തിപ്പലി, കുരുമുളക്, അതായത് ത്രികടു, ഇതും നമ്മളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച്, ചിലർക്ക് കൂടുതൽ എരിവ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് കൂടുതൽ മധുരം ഇഷ്ടമായിരിക്കും. എങ്ങനെയാണാവോ അങ്ങനെ ഉണ്ടാക്കിയ ഒരു എള്ളുണ്ട രാവിലെ, പ്രത്യേകിച്ചും സ്ത്രീകൾ, പെൺകുട്ടികൾ, PCOD ഒക്കെയുള്ള പെൺകുട്ടികൾ, തൈറോയിഡ് രോഗമുള്ളവർ, 50 കഴിഞ്ഞ സ്ത്രീകൾ, ഒരുപക്ഷെ ഇതൊക്കെ പുരുഷന്മാർക്ക്, നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാരും സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഭാഗമാകിയാൽ അവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാകും. അപ്പോൾ ഒരു എള്ളുണ്ട, അത് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ടല്ല, രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കഴിഞ്ഞ് നമ്മൾ വെള്ളം കുടിക്കുമല്ലോ. ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ശീലം ഉണ്ടല്ലോ, രാവിലെ വെള്ളം കുടിക്കുക എന്നുള്ളത്. അത് ഈ എള്ളുണ്ട നന്നായി ചവച്ച് കഴിച്ചിട്ട് വെള്ളം കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരു 4-5 നട്ട്സ്, ഏതെങ്കിലുമൊക്കെ നട്ട്സ് ആകാം. ഇന്നിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് എടുത്തു. വാൽനട്ട്സോ പിസ്തയോ എന്തെങ്കിലുമൊക്കെ ആകാം. പിന്നെ പിസ്ത കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പിസ്ത തോട് പൊട്ടിച്ച് നന്നായി കഴുകണം. എന്തിനാണ് കഴുകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഉപ്പുരസം, സോഡിയം നൈട്രേറ്റ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ തോട് പൊട്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉപ്പുരസം കളയാൻ വേണ്ടി നന്നായി കഴുകി ഒരു 5-10 പിസ്ത കഴിക്കുന്നത് നല്ലതാണ്. ഇത് പെട്ടെന്നുണ്ടാക്കി, അരി അരച്ച ദോശയൊന്നുമല്ല. റവ, അല്പം ചോറ്, അല്പം തേങ്ങ, ലേശം തൈര്, ലേശം ബേക്കിംഗ് സോഡ, 1 സ്പൂൺ ശർക്കര, ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ച് അപ്പം തന്നെ ഉണ്ടാക്കിയാണ്. സാമാന്യമായിട്ടുള്ള നിറവും രുചിയും ഭംഗിയും ഒക്കെയുണ്ട്. പിന്നെ ഇതൊരു ആ സമയം കൊണ്ട് 2-3 മുട്ട പുഴുങ്ങി ഇട്ട് ഒരു ഇത് ക്യാപ്സിക്കവും ചേർത്തിട്ടാണ് ഒരു കുറുമയുടെ റെസിപ്പിയൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു ചായയും ഇതോടൊപ്പം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ് എന്ന് മാത്രമല്ല, നമ്മുടെ പലപ്പോഴും ഹെൽത്തിയാന്ന് പറയുന്ന സാധനം നമ്മുടെ രസമുകുളങ്ങളെയോ നമ്മുടെ ഭക്ഷണപ്രിയത്തെയോ സാറ്റിസ്ഫൈ ചെയ്യാറില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. സാമാന്യമായിട്ട് ഇതെല്ലാം ബാലൻസ്ഡും ആണ്. എന്നാൽ നമുക്ക് അത്യാവശ്യം രുചിയിലും കഴിക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കാം. 1 മണിക്കൂർ കൊണ്ട് 3 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.